നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്രാക്ടിക്കൽ സെഷനിൽ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫിസിക്സിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ടെണ്ണം നമ്മൾ വെർനിയറും സ്ക്രൂ ഗേജും ചെയ്തു. വെർനിയർ കാലിപ്പേഴ്സും സ്ക്രൂ ഗേജും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് കിടപ്പുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഈ കോൺവെക്സ് ലെൻസിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാഫ്. അന്നേരം എന്താണ് കോൺവെക്സ് ലെൻസ്, അതിന്റെ വൈവ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പെട്ടെന്ന് പറഞ്ഞുതരാം. കോൺവെക്സ് ലെൻസിൽ നമ്മൾ ആദ്യം ചെയ്ത് നോക്കേണ്ട മെത്തേഡിനെ പറയുന്ന പേര് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ് എന്നാണ്. അതായത് പുറത്തുള്ള ഇമേജിനെ ക്ലിയർ ആയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുക, എന്നിട്ട് അതിന്റെ ലെങ്ത് എടുക്കുന്ന മെത്തേഡാണ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ്. ആ കിട്ടുന്ന ഫോക്കൽ ലെങ്തിനെ നമ്മൾ പറയുന്ന പേരാണ്, ഇതൊക്കെ ഓർത്തു വെക്കുക, റഫ് ഫോക്കൽ ലെങ്ത് എന്നാണ്. റഫ് ഫോക്കൽ ലെങ്ത്. അന്നേരം നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡ് ഉണ്ട്, അത് പിന്നീട് നമുക്ക് വീഡിയോക്കകത്ത് പറയാം. രണ്ടും കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകണ്ട. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ് നിർബന്ധമായിട്ടും ചെയ്ത് നോക്കുക. അതിന്റെ റഫ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. ലാസ്റ്റ് UV മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏകദേശം ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ് ഇപ്പോൾ 10 കിട്ടുന്നതെങ്കിൽ 10 കിട്ടണം ഫോക്കൽ ലെങ്ത്, ഒറിജിനൽ ഫോക്കൽ ലെങ്ത്. റഫ് ഫോക്കൽ ലെങ്ത് ആണ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ കോളം വരയ്ക്കുന്നു. UV 1/U 1/V F is equal to UV by U+U. ഇങ്ങനെ നമ്മൾ കോളം വരച്ചൊരു 5 റീഡിംഗ് എങ്കിലും മിനിമം 5 റീഡിംഗ് എങ്കിലും എടുക്കുമ്പോൾ നമുക്ക് U എത്രയാണ്, ഇപ്പോൾ U 20 ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ പല റീഡിങ് നമുക്ക് കിട്ടുന്ന റീഡിങ് അതിനനുസരിച്ച് കിട്ടുമ്പം ലാസ്റ്റ് നമുക്ക് ഏകദേശം ഇപ്പം റഫ് ഫോക്കൽ ലെങ്ത് 10 ആണ് കിട്ടുന്നതെങ്കിൽ ഇതും ഏകദേശം 10.1 അല്ലെങ്കിൽ 10.3 ഇതിന്റെ മീനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് 5 റീഡിങ് മീനൊക്കെ എടുക്കുമ്പോൾ 10.1 ഒക്കെ കിട്ടിയാൽ ശരിയാണ്. 10.1 സെന്റിമീറ്റർ ആണെങ്കിൽ അതിനെ മീറ്റർ ആക്കണം. 10.1 × 10⁻² മീറ്റർ. നമ്മുടെ വീഡിയോക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കുന്നുണ്ട്, ഞാനത് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്നാലും ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഒരെണ്ണം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം അതിന്റെ F കൂടെ കണ്ടുപിടിച്ചിട്ട് അടുത്ത റീഡിങ് എടുക്കാവുള്ളൂ. എപ്പോഴും പ്രാക്ടിക്കൽ അങ്ങനെ ചെയ്യാവുള്ളൂ ഫിസിക്സ്. കാരണം എന്നറിയോ, ഇപ്പം നിങ്ങൾ ഒരു പ്രാക്ടിക്കൽ ചെയ്തിട്ട് നിങ്ങൾ ഈ 2 കോളം കംപ്ലീറ്റ് അങ്ങ് ചെയ്യുക. ചെയ്തതിന് ശേഷം ലാസ്റ്റിലാണ് F കണ്ടുപിടിക്കുന്നതെങ്കിൽ F എല്ലാം തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? വീണ്ടും ആദ്യം മൂലം അപ്പാറ്റസ് എടുത്ത് വീണ്ടും ആദ്യം മൂലം ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഇരട്ടി സമയം നഷ്ടമാണ്. അത് നിങ്ങൾ വളരെയധികം ആലോചിക്കണം, അത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. അന്നേരം പിന്നെ അധ്യാപകർ ചോദിക്കാനുള്ള ചോദ്യം U എന്താണ്, V എന്താണ്? U എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, അതായത് ഒബ്ജക്റ്റിനും ലെൻസിനും ഇടയിലുള്ള ദൂരത്തിനെയാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ് U. ഒബ്ജക്റ്റിനും ലെൻസിനും ഇടയിലുള്ള ദൂരം. ലെൻസിനും സ്ക്രീനിനും ഇടയിലുള്ള ദൂരത്തെ പറയുന്ന പേരാണ് ഇമേജ് ഡിസ്റ്റൻസ്, അതാണ് V എന്ന് പറയുന്നത്. അന്നേരം യും വിയും ഓർത്തോണം. U എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും V എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസും ആണ്. അന്നേരം ഇത് ക്ലിയർ ആയിരിക്കണം. റഫ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു. ഈ മെത്തേഡിനെ പറയുന്ന പേര് UV മെത്തേഡ് എന്നാണ്. അതുപോലെ തന്നെ ഇതിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പവർ ഓഫ് എ ലെൻസ്. പവർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ P is equal to 1/F. ഇപ്പം 10 ആണ് കിട്ടുന്നതെങ്കിൽ 1/10. അത് എത്ര ആണോ ആ ഉത്തരം അത് ഡയോപ്റ്ററിലാക്കുക. കാരണം പവറിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡയോപ്റ്റർ ആണ്. അന്നേരം ഇത് പരീക്ഷയ്ക്ക് പവർ ഓഫ് എ ലെൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ക്വസ്റ്റ്യനകത്ത് ഇല്ലെങ്കിൽ എന്താ എഴുതേണ്ട ആവശ്യമില്ല. അന്നേരം പവർ ഓഫ് എ ലെൻസ് നിങ്ങൾ വളരെ നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടെങ്കിൽ എഴുതിയിരിക്കണം. പവർ ഓഫ് എ ലെൻസ് ചിലപ്പം നിങ്ങൾക്ക് വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. യൂണിറ്റ് ഓഫ് പവർ ഓഫ് എ ലെൻസ് ഈസ് ഡയോപ്റ്റർ. നമ്മൾ റേ ഒപ്റ്റിക്സിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞു പിന്നെ നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് 2 ഗ്രാഫാണ്. ഇത് കോൺവെക്സ് ലെൻസിനും കോൺകേവ് മിററിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 2 ഗ്രാഫ്. ഒന്ന് UV ഗ്രാഫും മറ്റേത് 1/U 1/V ഗ്രാഫ്. ഈ പറയുന്ന മാഷ് പറയുന്ന റീഡിങ് മാത്രം വെച്ച് ചെയ്യുക, നിങ്ങൾക്ക് കിടുകാച്ച് ഗ്രാഫ് കിട്ടും. അതും കൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക. കൃത്യമായിട്ട് അവിടെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഗ്രാഫ് വരയ്ക്കുക. അല്ലെങ്കിൽ ഗ്രാഫ് വരയ്ക്കുന്ന പല കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനാണ്. അന്നേരം ടെൻഷൻ കുറയാൻ വേണ്ടി ഗ്രാഫ് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. ഏതൊക്കെ ഗ്രാഫാണ്? UV ഗ്രാഫും 1/V 1/U ഗ്രാഫ്. അതിൻ്റെ റീഡിങ് എങ്ങനെ എടുക്കണമെന്ന് കൃത്യമായിട്ട് മാഷ് പറഞ്ഞു തരും. അതായത് നമുക്ക് 2 ഗ്രാഫ് ഒന്ന് നോക്കാം. ഒന്ന് UV ഗ്രാഫില്ലേ, UV ഗ്രാഫ് ശരി കളർഫുള്ളൊക്കെ ആയിക്കോട്ടെ. UV ഗ്രാഫിനകത്ത് നമുക്കറിയാം ഒരു ഗ്രാഫിന് 2 ആക്സൽ, X ആക്സും Y ആക്സും ആണ്. ആദ്യം 0 കൊടുക്കുക. ഇങ്ങനെ ചെയ്യുക. 5 10 ഈക്വൽ ഡിവിഷൻ ചെയ്യുന്ന ഏറ്റവും പെർഫെക്റ്റ് 20 25 ഇങ്ങനെ 30 അങ്ങനെ എടുക്കുക. ഇവിടെ ഇങ്ങനെ ഈക്വൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയും 5 10 15
20, 25, 30 ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഈക്വൽ ഡിവിഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയിന്റ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിന്റ് വെച്ചാണ്ട് ഇങ്ങനെ നല്ലൊരു കേർവ്, നല്ല വൃത്തിയായിട്ടൊരു കേർവ് വരയ്ക്കുക. ആ കേർവിന് പുറത്ത് കിടക്കുന്ന പോയിന്റ് എല്ലാം റബ്ബ് ചെയ്ത് കളയുക. കേർവിലുള്ള പോയിന്റ് മാത്രം നല്ല വ്യക്തമായിട്ട് കൊടുക്കുക. ഓക്കെ, കേർവ് വരയ്ക്കുക. എന്നിട്ട് ഈ ഒറിജിനിൽ നിന്ന് 45 ഡിഗ്രി എടുക്കണമെന്ന്. 45 ഡിഗ്രി ഒന്നും എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് 45 ഡിഗ്രിയാണ്. എന്നിട്ട് ഇത് താഴോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക. ഇത് OA, ഇത് OB. ഇത്രയും ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര 15-20 കിട്ടുന്നതെങ്കിൽ അത്രയും, ഇവിടെ എത്രയാണ് OB കിട്ടുന്നത് അത്രയും. അന്നേരം F = OA + OB/4. ഇതാണ് UV ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് കിട്ടുമ്പോഴും നമുക്ക് ഉത്തരം കിട്ടുമ്പോഴും മറ്റേ റഫ് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ UV മെത്തേഡ് കിട്ടിയ ഉത്തരത്തിന് അടുത്ത് കിട്ടണം, അല്ലെങ്കിൽ തെറ്റാണ്. അന്നേരം അത് ഓർത്തോളുക. UV ഗ്രാഫിന്റെ കാര്യം ക്ലിയർ ആണല്ലോ. അന്നേരം X ആക്സിൽ 0, 5, 10, 15, 20 എന്ന് കേരളത്തിലുള്ള എല്ലാ കുട്ടികളും ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഗ്രാഫ്, ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. നല്ല പോലെ കയറ് വരയ്ക്കണം. ചിലർ ഇങ്ങനെയൊക്കെ വരയ്ക്കും, ഇങ്ങനെയൊക്കെ വരച്ചിടും. അതൊന്നും ഒരു കയറുമല്ല. കയറ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ പോയിന്റ് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ അങ്ങ് ഇതിനെ വ്യക്തമായിട്ട് അങ്ങ് വരച്ചെടുക്കണം. ഓക്കെ, ഇനി 1/U 1/V ഗ്രാഫ്. ഈ ഗ്രാഫ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം വരച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അത് ഗ്രാഫ് വരയ്ക്കണമെന്ന് നിർബന്ധമാണെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം വരച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഗ്രാഫാണ് പലർക്കും പാടെന്ന് പറയുന്നത്. 1/U 1/V ഗ്രാഫ്. ഇതിനകത്ത് എടുക്കേണ്ടത് 0, 0.01, 0.02, 0.03, 0.04 ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. ഇവിടെയും 0.01, 0.02, 0.03, 0.04. ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയാൽ, ഒറ്റ പോയിന്റ് കിട്ടിയാൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇത് OA, ഇത് OB. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. F = ഇതിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2/OA + OB. അത് കിട്ടുമ്പോഴും ഏകദേശം ഇപ്പം നമുക്ക് കിട്ടിയ റഫ് ഫോക്കൽ ലെങ്തോ അല്ലെങ്കിൽ UV മെത്തേഡിൽ നിന്ന് കിട്ടുന്ന ഉത്തരത്തിനോ അടുത്ത് കിട്ടിയാൽ കറക്റ്റ് ആണ്. ഇതേ പോയിന്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഒരു ടെൻഷൻ വേണ്ട. ഗ്രാഫുകൾ വളരെ സിമ്പിൾ ആക്കാം. ഓക്കെ, ഇനി വൈവയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഈ കോൺവെക്സ് ലെൻസിന്റെ സമയത്ത് ചോദിക്കാം, വാട്ട് ആർ ദി യൂസസ് ഓഫ് കോൺവെക്സ് ലെൻസ്? വരുന്ന ഒരു എക്സ്റ്റേണൽ അധ്യാപകരാണ്. അവർക്ക് ചോദിക്കാം, എന്തൊക്കെയാണ് കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങൾ, എന്തൊക്കെയാണ് ഈ ലെൻസിന്റെ ഉപയോഗം എന്തൊക്കെയാണ്? നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയാം. 1 ക്യാമറ എന്ന് ഓർത്തിരിക്കുക, 2 മൈക്രോസ്കോപ്പ്. അന്നേരം മൈക്രോസ്കോപ്പും ക്യാമറയും എന്ന് ഓർത്തിരുന്നാൽ പെട്ടെന്ന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്, ഇഷ്ടംപോലെ യൂസസ് ഉണ്ട് ലെൻസിനും മിററിനും ഒക്കെ. 2 എണ്ണമെങ്കിലും മിനിമം ഓർത്തിരിക്കണം. 1 ക്യാമറയും 2 മൈക്രോസ്കോപ്പും ഓർത്തിരിക്കാമല്ലോ. അന്നേരം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഏതിൽ പഠിച്ചുകൊണ്ട് പോവുക? കോൺവെക്സ് ലെൻസിൽ നിർബന്ധമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനകത്ത് ഇടപ്പുണ്ട്, അതും കണ്ടുപിടിക്കുക. അന്നേരം നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും വരും. വളരെ കാര്യമായിട്ട് ഈ വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങൾ ഫുൾ മാർക്ക് മേടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.